welcome back to our channel. അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ പിന്നെയും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയുന്നതാണ്. അടുത്ത വീഡിയോയിലും നിങ്ങൾ ഈ സെയിം ഡയലോഗ് കേൾക്കും. കാരണം ഞങ്ങളൊരു 4 വീഡിയോസ് ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ ഒന്നും ഇല്ല. അപ്പൊ നമ്മളെല്ലാം കൂടിയിട്ട് നമ്മളെ വെറുതെ ഫോണിൽ സ്പേസ് കൂട്ടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് നമ്മുടെ ചാനൽ പിന്നെയും പൊടിതട്ടി എടുക്കണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാത്തിനും ഒരു ഇൻട്രോയും കൺക്ലൂഷനും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ നമ്മുടെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പഴയ പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ, പണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഇല്ല, എന്നാൽ കൂടിയിട്ടും അത്രയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊന്നും ഇല്ല. കാരണം രാഹുലേട്ടനും മിക്കവാറും വർക്കിന്റെ ഭാഗമായിട്ട് ഏട്ടൻ എറണാകുളത്തായിരിക്കും, ഞാൻ എവിടെയാണ്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ്. അതുകൊണ്ട് ഏട്ടനില്ലാണ്ട് ഇപ്പൊ പിന്നെ ഒറ്റയ്ക്കൊരു വ്ളോഗ് എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല എന്നല്ല, അതിനുള്ള കണ്ടന്റ് നമുക്ക് കൂടുതലും കിട്ടാറില്ല. അപ്പൊ ഏട്ടനും കൂടെ ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആ സമയത്ത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ രാഹുലേട്ടന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലവും ഇപ്പൊ എന്റെ ഏട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. കഴിഞ്ഞൊരു നിങ്ങൾക്ക് വ്ളോഗിൽ തന്നെ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ആഗ്രഹമാണത്. അപ്പൊ ഇപ്രാവശ്യം ഏട്ടന്റെ ബർത്ത്ഡേക്ക് എന്തായാലും ഏട്ടനൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കും. കാരണം എനിക്ക് ജോലി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്തായാലും ഏട്ടൻ പ്രതീക്ഷിക്കും. അപ്പൊ ആ പ്രതീക്ഷേനെ നമ്മൾ ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ ബർത്ത്ഡേക്കാണ് രാഹുലിന് ഗിഫ്റ്റ് കൊടുത്തത്. ആ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ വീഡിയോ കണ്ടിച്ചു തരാം. സർപ്രൈസ് ഫോണാ പിന്നെ ഫോൺ വീഡിയോ ഇത് മാർച്ച് 12-ന് ഞാൻ ഏട്ടന് കൊടുത്ത സർപ്രൈസ് ആയിരുന്നു. എനിക്കിങ്ങനെ സർപ്രൈസ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അന്ന് തന്നെ വീഡിയോ കോളിലൂടെ സാധനം കാണിച്ചു. പക്ഷേ ഏട്ടൻ ഫസ്റ്റ് വിശ്വസിച്ചില്ല. എൻ്റെയും S23 ആയതുകൊണ്ട് ഏട്ടൻ എൻ്റെ ബോക്സ് എടുത്ത് വെച്ച് കാണിക്കുകയാണോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് അത് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ കളർ ഡിഫറൻസ് കണ്ടപ്പോഴാണ് ആൾക്ക് ശരിക്കും മനസ്സിലായത്. പിന്നെ നാണമൊക്കെ വന്ന് പാവം. ഇത് ആശുപത്രി ഗിഫ്റ്റാ? നോക്കട്ടെ. ഷൂട്ട് ചെയ്തതും S23, കയ്യിലുള്ളതും S23. എന്തിനാ എന്തായാലും വാങ്ങിയത്? ഇപ്പോ എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ ജോലി ഇല്ലാതിരുന്ന സമയത്ത് കൂടി ഞാൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ നേരത്തെ തന്നെ പൈസ എടുത്തിട്ട് സർപ്രൈസ് എടുക്കും. പക്ഷെ എനിക്കൊരു ജോലി ഉള്ള സമയത്ത് എന്തായാലും അടുത്ത ബർത്ത്ഡേക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യും. ആ എക്സ്പെക്ടേഷൻ ഞാൻ തകർത്ത് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്റെ ഗിഫ്റ്റ് ചെയ്തു. ഇനി എന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണം.
after a long time, അല്ലേ? ശരിക്കും വ്ലോഗ് ചെയ്യുന്ന ആ ഒരു ഇതങ്ങോട്ട് ഒന്നുമില്ല. ഇത് യാഷിന്റെ gift. ഇത് ആശാബിക്ക് വാങ്ങിച്ചതാണോ? ഇത് കേബിൾ മാത്രമേ ഉള്ളൂ അല്ലേ? ചാർജർ മാത്രമേ ഉള്ളൂ? ഇല്ലല്ലോ. ആണോ? ഇത് ഫ്രീ കിട്ടിയതാ? ഫസ്റ്റ് ഫോട്ടോ അപ്പൊ നോക്ക്. നാക്ക് നീട്ടാൻ പറഞ്ഞോട്ടെ. അയ്യോ ഇതില് മറ്റേ സംഭവം വരും. വാ വാ എടുക്കും ഒരെണ്ണം ശരിക്കും. പിന്നെ എല്ലാം സെയിം. യൂസ് ചെയ്ത് ഇതിനെ കൊള്ളോ പിന്നെ ചെത്താ കട്ട് ചെയ്തോ. പൈസയില് നമുക്ക് വാങ്ങുമ്പോ ഒരു പോയിന്റ് കയറും പറയില്ലേ, അത് 3 ദിവസം കഴിച്ചിട്ട് വന്നാ അവരുടെ ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി? 6 ദിവസം, 6, 8 ദിവസം, 10 ദിവസം. 6 കുറേ ദിവസമായി. എത്ര ദിവസമായി? 10, 12 വാങ്ങിച്ചത്. 8 ദിവസം, 9 ദിവസം. അപ്പൊ തൊട്ട് ഞാൻ പാക്ക് ചെയ്തായിരുന്നു. ആ സമയത്ത് വരുമ്പോ കിട്ടിയായിരുന്നു. ഫസ്റ്റ് എന്റെ ബർത്ത്ഡേക്ക് എത്തും പഠിക്കണല്ലോ. ഞാൻ ഫസ്റ്റ് വണ്ടി വരുമ്പോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ആസ് യൂഷ്വൽ നമ്മൾ പുതിയ ഫോണൊക്കെ കിട്ടിയാൽ ഇങ്ങനെ വെറും പെട്ടി ഷോ കട്ടുമല്ലോ, കാണുന്ന വീഡിയോസൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ എടുത്തൊരു ഇതാണ് ഇത്. ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുറച്ച് കറങ്ങി പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ഫെയർ എന്ന് പറഞ്ഞൊരു സലൂണിൽ നന്ദുവിന് ത്രെഡ് ചെയ്യാനും ഹെയറിന് എന്തൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പോയതാണ്. ഓക്കെ, കളിച്ച് കളിച്ച് മിണ്ടാതെ കിടന്ന ആൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഞങ്ങളിങ്ങനെ പുറത്ത് പോകാൻ പ്ലാനൊക്കെ ഇട്ട് ഞങ്ങൾ ഇവിടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ വന്നു. പിന്നെ യാഷുവിൻ്റെ കുറേ കലാവിരുദ്ധങ്ങൾ മാക്സിമം അവൻ്റെ തന്നെയാണ് ഇതിലുള്ളത്. ചാടിക്കാം ചെറുക്കൻ ഇപ്പൊ വീണേനെ.
യാശു ഇതെന്താ ഇത് ചിക്കനാണോ? ചൂടുണ്ടോ? ഓ സൂപ്പറായിണ്ടോ? യാഷ് ഇനി എന്താ ഈ മോള് മൊത്തം കറങ്ങിയില്ലേ? അതാ മഴയാ വോയിസ് മഴ. നല്ല ഹെവി റെയിൻ ആയിരുന്നു. അതുകൊണ്ട് യാഷും നന്ദും കൂടെ ഊബർ എടുത്ത് വീട്ടിലോട്ട് വന്നു. ഞാൻ മഴ പോയി കുറച്ച് അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് ഞാൻ തിരിച്ചവിടെ എത്തി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഈവനിങ് ഞങ്ങൾ പാലക്കാടിലോട്ട് യാത്ര തിരിച്ചു. യാശു എവിടേക്കാ നമ്മളെങ്ങോട്ടാ? നമ്മൾ എവിടേക്ക് പോവാ? അമ്മ എവിടെയുള്ളത്? എവിടെ സ്ഥലം പറ? പാല Okay, see you guys. See you guys. അവൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവനെ പെട്ടി നമ്മൾ അവിടെ വെച്ചു. ബസിന്റെ അടിയിൽ വെച്ചില്ലേ? അപ്പൊ എല്ലാം ഉണ്ടോ അവിടെ? വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ തിരിച്ചുള്ള ജേർണിയും കൺഫേം. ഞാൻ തിരിച്ച് ട്രെയിനിന് വന്നു. നമ്മളിപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇത് ഓപ്റ്റ് ചെയ്തത്. ഇതല്ലേ വരാം അല്ലേ? ഇതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രെയിനിൽ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് വെക്കേഷൻ ആവാനായി പിന്നെ സൺഡേയുമാണ്. നമ്മൾ ഇന്നലെ തീരുമാനിച്ച് ഇന്നലെ തീരുമാനിച്ച് നാളെ പോകാനുള്ളത്. ഇന്ന് രാവിലെയാണ് ഇന്ന് വൈകിട്ട് നൈറ്റോടെ ഇറങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ അത്രയും പ്രശ്നമുള്ള ടൈമിലാണ് നമുക്ക് ബുക്ക് കിട്ടിയത്. അവനൊന്ന് ഇട്ട് കൊടുക്കുമോ? അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പം അവനത് വേണം. സൂപ്പറാണോ? നീ ബ്രേക്ക് ഇടുമ്പോ നേരെ ഇവിടെ വന്ന് ചാടും. അങ്ങോട്ട് വീടും ഉരുണ്ട് താഴെ പോയി കിടക്കും. ഷട്ടർ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിനി പാലക്കാട് പോയിട്ട് നടു റോട്ടിൽ വഴിയാധാരമാക്കി നിർത്തിയിരിക്കുന്നു. ഞങ്ങളെ വടക്കൻശ്ശേരി എത്തിയിരിക്കുന്നു. പോവാ. നമുക്ക് 3 ഡ്രസ്സേ യാഷിന്റെ ഇവിടെ ഉള്ളൂ. കൊറേ ഡ്രസ്സ് വേണ്ടിയിരിക്കാൻ. നമുക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. നമുക്ക് പാർക്കിൽ പോയിട്ട് വരാം. പാർക്കില് അമ്മ കൊണ്ടുപോവാ പാർക്കില്. അമ്മ കൊണ്ടുപോകുന്നു പാർക്കില്. ഡ്രസ് വലുതോ? നേരെ പിടിക്കേ. ശരിപ്പ് പോണ്ട, അവിടെ ഇരിക്കി പോണ്ടാന്ന്. ഇത്രയേ
ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ. ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറയാൻ മറന്നുപോയതാണ്, നമ്മളുടെ പാലക്കാട് നമ്മൾ ഏട്ടനും യാഷുവും കൂടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പൊ ആ വ്ലോഗും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇൻട്രൊഡക്ഷനിൽ പറയാൻ മറന്നുപോയതാണ്. അപ്പൊ യാഷു പാലക്കാട് തിരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, അവിടെ അമ്മൂനെയും അമ്മീനെയൊക്കെ വിളിച്ചു തരാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു, അവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മെരുക്കി എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് സേഫായിട്ടെത്തി. അതിനുശേഷം അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ക്ലിപ്സ്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് നമ്മൾ വ്ലോഗ് ചെയ്യുന്ന കാര്യമേ മറന്നുപോയി. കാരണം പണ്ടാണെങ്കിൽ നമുക്ക് വ്ലോഗിങ് എന്ന് പറഞ്ഞ ഇതുള്ളതുകൊണ്ട് അങ്ങനെ എടുത്തെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വ്ലോഗിങ് എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മുടെ മൈൻഡിലേക്ക് വരാറില്ല. പലപ്പോഴും നമുക്ക് ഓരോ ക്ലിപ്പും നമ്മൾ ഗാലറിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗാലറി നോക്കുമ്പോൾ അയ്യോ നമ്മൾ വ്ലോഗ് എടുത്തില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എടുത്ത കുറെ ക്ലിപ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഒരു കംബാക്ക് ആണ്. കംബാക്ക് ഭയങ്കര ഗംഭീര കംബാക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളുടെ കുറെ മെമ്മറീസ് നമ്മളെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുന്നു, അത്രേ ഉള്ളൂ. അത് പിന്നീട് യാഷു വലുതാകുമ്പോൾ യാഷുവിനെ കാണാനാണെങ്കിലും ഒരു സന്തോഷം. കാരണം അവൻ ഇപ്പോഴും നമ്മളുടെ പഴയ വീഡിയോസ്, ആതിരപ്പള്ളി പോയ വീഡിയോസ് ആണെങ്കിലും ഏട്ടന്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണെങ്കിലും അങ്ങനെ കുറെ വീഡിയോസ് യാഷു തനിയെ ഇരുന്ന് കാണുന്നുണ്ട്. അവനത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവൻ ഇനിയും വലുതാവും തോറും അവന്റെ ഓരോ വളർച്ചയും അവന്റെ മുട്ടയടിച്ച തലയൊക്കെ അവൻ ഇപ്പോഴാണ് കാണുന്നത്, ഈ വീഡിയോസ് കൂടിയിട്ട് അവൻ കാണുന്നത്. അപ്പൊ അതുപോലെ അവനും കുറെ മെമ്മറീസ് കാണാനുണ്ടാവും, നമുക്കും കുറെ മെമ്മറീസ് നമ്മളും സൂക്ഷിച്ചു വെക്കുകയാണ്. പിന്നെ ഇതിന്ന് നമുക്കൊരു ഫാമിലിനെ കിട്ടുന്നുണ്ട്. നമ്മൾ വീഡിയോസ് ഇട്ടില്ലെങ്കിലും നമ്മൾ അന്വേഷിക്കാൻ കുറേ പേരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈവൻ ഫാമിലിയിലാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ചോദിക്കാൻ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് നമ്മളൊരു വലിയ വ്ളോഗ് ഇട്ടത് രാഹുലേട്ടൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്താണ്. ആ സമയത്താണ് നമ്മൾ ലാസ്റ്റ് ഒരു വലിയ വ്ളോഗ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ലോങ് വീഡിയോ നമ്മൾ ഇത് ഇട്ടിട്ടേ ഇല്ല. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷമായി. അതിനുശേഷവും ആൾക്കാർ ഇപ്പോഴും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. ഏകദേശം ഒരു 10K ആവാറായി. അപ്പൊ പുതിയതായിട്ട് വന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ആൻഡ് വെൽക്കം. കൂടെ സപ്പോർട്ട് ചെയ്തുണ്ടാവുക. അതുപോലെ പഴയ നമ്മുടെ മെമ്പേഴ്സ് ആണെങ്കിലും നമ്മളുടെ അടുത്ത് അന്വേഷിക്കുന്നവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള താങ്ക്സ് ഉണ്ട്. അപ്പൊ പഴയ പോലെ തന്നെ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പഴയ ഭയങ്കര നമ്മളങ്ങനെ റീച്ചിലൊന്നുമല്ല, പക്ഷെ നമുക്ക് കിട്ടിയൊരു ചെറിയ ഫാമിലി ആണെങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമുക്ക് പാലക്കാട് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വ്ളോഗ്സിനും നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ചിലവരെങ്കിലും നമ്മളുടെ വന്ന് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. കുറച്ച് പേരും വെല്ലിലുണ്ടാവുന്ന കുറച്ച് പേര്, പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര വലിയ സന്തോഷമാണ്. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതിങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം നമുക്ക്. അപ്പൊ എല്ലാവർക്കും വലിയ 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 താങ്ക്സ്. അപ്പൊ ഇനിയും ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരാൻ, നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ.